പശ്ചിമ ബംഗാളിലും ആസാമിലും നേടിയ വൻ വിജയത്തെ തുടർന്ന് ദേശീയഗാനമായ വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകാനുള്ള നിർദ്ദേശത്തിന് നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, ആസാം, പുതുച്ചേരി എന്നീ 4 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ചൊവ്വാഴ്ച നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. പശ്ചിമ ബംഗാളിലെ ചരിത്ര വിജയമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രിയെ മന്ത്രിമാർ അഭിനന്ദിച്ചു. ദേശീയഗാനത്തെ നിലവിൽ സംരക്ഷിക്കുന്ന അതേ നിയമ ചട്ടക്കൂടിന് കീഴിൽ വന്ദേമാതരത്തെയും കൊണ്ടുവരുന്നതിനായി ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയാൻ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരിക്കൽ നടപ്പിലാക്കിയാൽ വന്ദേമാതരം ആലപിക്കുന്നതിനിടെ അനാദരവ് കാണിക്കുന്നതോ തടസ്സപ്പെടുത്തുന്നതോ ആയ ഏതൊരു പ്രവൃത്തിയും കുറ്റകരമായി കണക്കാക്കും. നിലവിൽ ദേശീയ പതാകയോ ഭരണഘടനയോ ദേശീയ ഗാനത്തെയോ അപമാനിക്കുന്ന കേസുകളിൽ തടവ്, പിഴ അല്ലെങ്കിൽ രണ്ടും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നൽകാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നിർദ്ദിഷ്ട ഭേദഗതി ഈ വ്യവസ്ഥകൾ വന്ദേമാതരത്തിലേക്ക് വ്യാപിപ്പിക്കും. അതായത് ലംഘനങ്ങൾക്ക് സമാനമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ദേശീയഗാനം ആലപിക്കുന്നത് മനഃപൂർവ്വം തടയുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നേരിടേണ്ടി വരും. ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് കുറഞ്ഞത് 1 വർഷം തടവ് ശിക്ഷ ലഭിക്കും. ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ വ്യവസ്ഥകൾ ദേശീയഗാനത്തിനും ബാധകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബങ്കിം ചന്ദ്ര ചാത്തോപാധ്യായ രചിച്ച വന്ദേമാതരം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലും സാംസ്കാരിക ചരിത്രത്തിലും ഒരു പ്രത്യേക സ്ഥാനമാണ് വഹിക്കുന്നത്. രാജ്യം വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ഈ നീക്കം. മന്ത്രിസഭയുടെ തീരുമാനത്തിന് പ്രതീകാത്മക പ്രാധാന്യം നൽകുന്നു. ദേശീയ പതാകയുടെ അനാദരവ് തടയുന്നതിനായി 2005-ലും സമാനമായ ഭേദഗതികൾ വരുത്തിയതായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പാർലമെന്റിൽ നടന്ന 150ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക ചർച്ചയ്ക്കിടെ വന്ദേമാതരത്തിന് തുല്യ പദവി നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഈ ഭേദഗതി ഉടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാസായാൽ ഭാരതം അതിന്റെ ദേശീയ ചിഹ്നങ്ങളെ നിയമപരമായി അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു പ്രധാന മാറ്റമായിരിക്കും ഇത്.